ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വയനാട് ട്രിപ്പിൻ്റെ പാർട്ട് 2 വീഡിയോ ആട്ടോ. ഫസ്റ്റ് പാർട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ എന്തായാലും ഫസ്റ്റ് പാർട്ട് കാണണം. അങ്ങനെ ചുരക്ക് കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് നമ്മളെ മേപ്പാടിയിലുള്ള ഹേസ്വുഡ് റിസോർട്ടിലേക്കാണ്. എനിക്ക് തോന്നുന്നു വയനാട് ചുരക്ക് കഴിഞ്ഞിട്ട് ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്തിട്ടാട്ടോ ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്. ഞങ്ങൾ ഈ റിസോർട്ടിൽ എത്താൻ തന്നെ ഒരു 1:30 ആയിട്ടുണ്ടായിരുന്നു. ഇതൊരു വലിയ റിസോർട്ടല്ല, ഒരു ചെറിയൊരു പ്രോപ്പർട്ടിയാണ്. ഇതേപോലെ 2 ബിൽഡിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിലൊന്നിൽ 3 റൂമും ഒന്നിൽ 2 റൂമും ആട്ടോ ഞങ്ങൾ എടുത്തത്. അങ്ങനെ ടോട്ടൽ 5 റൂമാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. റിസോർട്ടിലെ ചെക്കിംഗ് ടൈം 2 മണി ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ഈ റൂമിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഇതേപോലൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. അവിടെ ഈ ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന സീസോയും ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെക്കിൻ ടൈമിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങൾ ഇവിടെയൊക്കെ നന്നായിട്ട് അങ്ങ് യൂട്ടിലൈസ് ചെയ്തു കേട്ടോ. എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മളമ്മമാരൊക്കെ ഉള്ളിലുള്ള ചെറിയ കുട്ടികളെ പുറത്തെടുക്കണമെങ്കിൽ ഇതേപോലെ വല്ല പാർക്കിലോട്ടൊക്കെ കൊണ്ടുപോയാൽ മതി. കാരണം അവരവിടെ അങ്ങ് എക്സ്പ്ലോർ ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ചെയ്യുമായിരുന്നു. ഇപ്പം ഞങ്ങളമ്മമാരെയൊക്കെ കാര്യം അങ്ങനെയായിരുന്നു കേട്ടോ. അവരിവിടെ ഇരുന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യായിരുന്നു. ഈ എൻജോയ്മെൻ്റൊക്കെ കണ്ടിട്ട് ഇരുന്ന് ചിരിക്കുന്ന 2 പേരുണ്ടായിരുന്നു. ഞങ്ങൾ അമ്മമ്മയും അമ്മച്ചനാണ്. കാരണം അവരെ മക്കളും അവരെ പേരക്കുട്ടികളൊക്കെ ഒരേ പ്രായത്തിലുള്ള പോലെ ഇങ്ങനെ കളിക്കുന്നത് കണ്ടപ്പോൾ അവർക്കും ഭയങ്കരമായിട്ട് സന്തോഷമായി. കുറച്ച് നേരത്തെ കളികളൊക്കെ ശേഷം ചെക്കിംഗ് ടൈമിൽ അവർ ഞങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മാംഗോ ജ്യൂസ് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മാംഗോ ജ്യൂസ്. അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വിശപ്പിൻ്റെ വിളി വന്നു കേട്ടോ. ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് കഴിച്ചതായിരുന്നു, പിന്നെ ഞങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോഴേക്ക് അവർ നമ്മളെ ലഞ്ച് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഗീ റൈസും ചിക്കൻ കറിയും ചിക്കൻ 65 ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വിശപ്പിനെ കൊണ്ടാണോ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റിനെ കൊണ്ടാണോ എന്നറിയില്ല, ഞങ്ങളെല്ലാവരും നന്നായിട്ട് ഭക്ഷണം എൻജോയ് ചെയ്തു. ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തേക്ക് നോക്കിയപ്പോൾ ഇതാ ഇവിടെ ഒരു ഷട്ടിൽ കോട്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, അവരെടുത്ത് പോയി ഒരു ബാറ്റും കോർക്കൊക്കെ മേടിച്ച് അങ്ങ് കളി തുടങ്ങി. പണ്ട് വെക്കേഷൻ ടൈമിലൊക്കെ ഞങ്ങൾ ഇതേപോലെ എല്ലാവരും കൂടി കൂടുന്ന സമയത്ത് ഇങ്ങനെ ഷട്ടിലൊക്കെ കളിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ കാലത്തിന് ശേഷമാട്ടോ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഷട്ടിലൊക്കെ കളിച്ചത്. മാമന്മാർക്കും പപ്പയ്ക്കൊക്കെ ഭയങ്കര ഉത്സാഹമായിരുന്നു കേട്ടോ ഞങ്ങളെ കൂടെ ഷട്ടിലൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഷട്ടിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല മഴക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഷട്ടിലൊക്കെ കളിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് പൂളിലേക്കാട്ടോ. അവിടെ നിന്ന് കുറേ നേരം അങ്ങ് എൻജോയ് ചെയ്തു. നല്ല തണുപ്പായിരുന്നു, കാരണം നല്ല ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം നല്ല തണുപ്പുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും നീന്തലൊന്നും അറിയില്ല. അവിടെ ആകെ പപ്പയ്ക്കും അബിക്കും അമ്മായിക്കും മാത്രമേ നീന്തൽ അറിയുള്ളൂ. എന്നാലും ഞങ്ങൾക്ക് റിസോർട്ടിലൊക്കെ പോകാമെന്ന് പറയുമ്പോൾ ഈ പൂളൊക്കെ തന്നെ കേട്ടോ ഭയങ്കര എൻജോയ്മെൻറ്റ്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഈ പൂളിലൊക്കെ ഇറങ്ങുന്ന സമയത്ത്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം പൂളിൽ തന്നെയായിരുന്നു കേട്ടോ. ഈ തണുപ്പത്ത് പോലും ഈ മഴയത്ത് പോലും ഞങ്ങൾ പൂളിൽ തന്നെയായിരുന്നു. അതുകൊണ്ടായിരിക്കാം നാട്ടിലൊക്കെ എത്തിയതിന് ശേഷം എനിക്ക് ചെറിയ പനിയും കോൾഡൊക്കെ പിടിച്ചു. ആ കോൾഡിനെ കൊണ്ടാട്ടോ എൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്.
പൂളിലുള്ള നീരാട്ടമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് പോയി ഫ്രഷായി. അപ്പോഴത്തേക്ക് സമയം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അവർ ചായയും പഴംപൊരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂട് പഴംപൊരിയും ചായയും ഉണ്ടായിരുന്നു, കോഫിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ നുറുക്ക് അച്ചപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും കൂടി ഇരുന്ന് ഷെയർ ചെയ്ത് കഴിച്ചു. ആ സമയത്ത് നോക്കുമ്പോൾ മാമ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ക്യാരംസ് കളിക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് മാമന് കമ്പനിയായിട്ട് അമ്മമ്മയും കൊച്ചും മൂത്ത മാമനും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ക്യാരംസ് കളിക്കാൻ. അങ്ങനെ ക്യാരംസൊക്കെ കളിച്ചതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. അവിടെ റിസോർട്ടിൽ അധികം എക്സ്പ്ലോർ ചെയ്യാനോ അങ്ങനെ പോയി കാണാനൊന്നും സ്ഥലങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളൊന്ന് ചുമ്മാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മെയിൻ ഉദ്ദേശം പിറ്റേ ദിവസം രാവിലെ ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല ഫോട്ടോ സ്പോട്ട് ഉണ്ടാവുന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടിയാൽ തന്നെ ഭയങ്കര ജോളിയാട്ടോ. കുറേ തമാശയൊക്കെ പറഞ്ഞ് ഓരോരുത്തരെ കളിയാക്കിക്കൊണ്ട് നടക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ റിസോർട്ടിൻ്റെ തൊട്ട താഴെ തന്നെ അവിടെ കാപ്പിത്തോട്ടമായിരുന്നു കേട്ടോ. ഇവർ ചുമ്മാ അത് കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ കുറച്ച് കാൽപ്പാടുകൾ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി അങ്ങോട്ട് വിളിച്ചു കൂട്ടി. അവർ പറയുന്നത് അതെന്തോ പുലീൻ്റെ കാൽപ്പാടുകളാണെന്നൊക്കെയാണ് പറയുന്നത്. സംഭവം എന്തോ നായേൻ്റെ ഇട്ട കാൽപ്പാടാണ്. അവിടെ ചളി ഉണ്ടായിരുന്നു, നല്ല മഴ പെയ്തിട്ട്. അപ്പം അതുകൂടെ എന്തോ നടന്നു പോയതിൻ്റെ കാൽപ്പാടായിരുന്നു. ഇതൊരു പുലിയുടെ കാൽപ്പാടാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇതൊരു പൂച്ചയല്ല, പട്ടിയല്ല, കൊച്ചല്ല, പുലിയാണ്. ബഹുമാനം എല്ലാവരും കളിയാക്കാൻ വേണ്ടിയിട്ട് ചീവീടിൻ്റെ ശബ്ദം പോലെ, ചീവീടിൻ്റെയൊക്കെ ശബ്ദം പോലെ എന്നൊക്കെ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ശബ്ദത്തിൻ്റെ ഉടമേനൊന്ന് കാണുന്നത്. ഭയങ്കര ശബ്ദമായിരുന്നു കേട്ടോ. അടുത്തൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ഇതേപോലെ ഈ ഓരോ റിസോർട്ടിലോ അല്ലെങ്കിൽ ഇങ്ങനെ പറമ്പിലൊക്കെ പോകുമ്പോൾ ഈ ഒച്ച കേൾക്കും, അല്ലാണ്ട് ഞാൻ ഇതുവരെ ഇതിനെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ ഞങ്ങളെ റിസോർട്ടിലേക്ക് തന്നെ പോയിട്ട് ഇപ്പോഴത്തേക്ക് ഇരുടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതേപോലെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. ഇപ്പം വീട്ടിലെ അമ്മമാർക്കായാലും അച്ഛന്മാർക്ക് ഇവർക്ക് ഇവരെ പഴയ കഥകളും ഞങ്ങൾക്ക് ഞങ്ങളതായ ഒരുപാട് കഥകളൊക്കെ പറയാനുണ്ടാവും. അതിൻ്റെ ഇടയിൽ അബിക്ക് ബോറടിച്ചോ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ടൈമാണ് അബി ഞങ്ങളെ കൂടെ ഇങ്ങനെ വരുന്നത്. പക്ഷെ അബിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവൻ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ ഞങ്ങളെ കൂടെയല്ലേ ട്രിപ്പ്. അങ്ങനെ ഞങ്ങൾ 6 ആളും കൂടി ഒരു റൂം കയ്യേറിയിട്ട് ഞങ്ങളെ കലാപരിപാടികൾ തുടങ്ങിയിട്ടോ. ഞങ്ങൾ ഓരോ ഗെയിംസും അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കള്ളനും പോലീസും കളിച്ചാലോ എന്ന് ആലോചിച്ച് അങ്ങനെ ഞങ്ങൾ കുറച്ച് പേപ്പറൊക്കെ മുറിച്ച് അതിൽ കള്ളനും പോലീസും രാജ്ഞിയും അങ്ങനെയൊക്കെ ഏത് ലോട്ടെടുത്തിട്ട് നമ്മൾ കളിക്കാറില്ലേ, അത് കളിക്കാൻ തുടങ്ങി കേട്ടോ. കുറേ കള്ളക്കളികളുണ്ടായിരുന്നു. അതേപോലെ ഈ സമയത്ത് കുറേ തമാശകളുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളെ കള്ളനും പോലീസിൻ്റെയൊക്കെ കളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവരിവിടെ ഗ്രിൽ ചിക്കൻ്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാനെന്താ മെയിൻ ഷെഫാണ്. അപ്പോൾ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുക എങ്ങനെ ചെയ്യണമെന്നല്ലേ. ഹൗ ടു പ്രിപ്പയർ എ ചിക്കൻ. ഇത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, ഈ ഇതുണ്ടാവും നീ വെച്ചോളി ഓരോന്ന്. കഴിഞ്ഞ് ഫിനിഷായി. അതാണ് വിമാനം പ്രശ്നമില്ല അല്ലേ. അവരവിടെ ഗ്രിൽ ചിക്കൻ്റെ ഒക്കെ പരിപാടി തുടങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങളിവിടെ ചെറുതായിട്ട് മ്യൂസിക്കൊക്കെ ഇട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫുൾ വീഡിയോ ഞാൻ മ്യൂസിക് ഇടുന്നില്ല, ഞങ്ങൾ ശരിക്കുള്ള ഒറിജിനൽ സോങ് ഇടുന്നില്ല. കാരണം കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നതിനെക്കൊണ്ട് ഞാൻ അത് ഇതിലിടുന്നില്ല. ഇത് ഫുൾ കോമഡി ആയിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് നേരം കളിച്ച് ബോറടിച്ചപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ കപ്പിൾ ഡാൻസ് തുടങ്ങി. എൻ്റെയോ അബീൻ്റെയോ ഉണ്ടായിരുന്നു, അതേപോലെ മാമന്മാരതും അമ്മായിമാരതും ഉണ്ടായിരുന്നു, പപ്പേൻ്റെയും അമ്മേൻ്റെയും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അമ്മച്ചൻ്റെയും അമ്മമ്മേനെ കൊണ്ട് ഞങ്ങൾ ഇതേപോലെ കളിപ്പിച്ചു കേട്ടോ. അവർ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് കളിച്ചു.
എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അവസാനം അഭിനയ സെൻറ്ററിൽ നിർത്തി ഞങ്ങൾ 6 പേരും കൂടി കൺഫ്യൂഷൻ തീർക്കണമെന്നില്ല സോങ്ങും വെച്ച് കളിച്ചിട്ടാട്ടോ ഞങ്ങൾ ഈ പരിപാടി എൻഡ് ചെയ്തത്. Långt från svenska kusten skär ska jag fira julen här på Hawaii. Ensam sjöman är långt från svenska kusten skär ska jag fira julen här på Hawaii. Men det lindrar ej hemlängtans glöd. Men det lindrar ej hemlängtans glöd. Ensam sjöman är långt från svenska kusten skär ska jag fira julen här på Hawaii. അപ്പോൾ ഡാൻസൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടോ. അപ്പം ഭക്ഷണത്തിന് ഗ്രിൽ ചിക്കൻ ഉണ്ടായിരുന്നു, പത്തിരി ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു, അതേപോലെ കോളിഫ്ലവറിൻ്റെ കറിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് റൂമിലേക്ക് വന്നതിന് ശേഷം ഞങ്ങൾ 2 ടീമായിട്ട് തിരിഞ്ഞ് ദംഷറാഡ്സ് കളിച്ചു കേട്ടോ. നല്ല കോമഡി ആയിരുന്നു. അവർക്ക് പറയുന്ന സിനിമകൾ ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്കറിയുന്ന സിനിമകൾ അവർക്കും അറിയില്ല. അങ്ങനെ ഫുൾ കോമഡി ആയിട്ടാട്ടോ കളിച്ചത്. ഞാൻ എൻ്റെ പപ്പയൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ അഭിനയിക്കുന്നതൊക്കെ കണ്ടത്. അങ്ങനെ ഞങ്ങൾ ഗെയിമൊക്കെ കളിച്ചതിന് ശേഷം എല്ലാവരും നന്നായിട്ട് ടയേർഡായി. അങ്ങനെ ഒരു 12:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും കിടന്നു. അങ്ങനെ ഞാൻ രാവിലെ എണീച്ചപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു. അങ്ങനെ ഒന്ന് ഫ്രഷൊക്കെ ആയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ് ഉണ്ടായിരുന്നു, ജാം ഉണ്ടായിരുന്നു, അതേപോലെ കപ്പ് കേക്ക് ഉണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് നമുക്ക് പൂരി ഉണ്ടായിരുന്നു, ഭാജി ഉണ്ടായിരുന്നു, അതേപോലെ ക്യാരറ്റിൻ്റെ പുട്ടുണ്ടായിരുന്നു, നമുക്ക് ഗ്രീൻ പീസിൻ്റെ കറിയും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു വെറൈറ്റി ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ക്യാരറ്റിൻ്റെ പുട്ട് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് എല്ലാവരും ഒന്ന് ഫ്രഷൊക്കെ ആയി ഒന്ന് പുറപ്പെട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് നമുക്കൊരു ഫാമിലി ഫോട്ടോ എടുക്കണമെന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു. കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ. ഞങ്ങളന്ന് രാവിലെ ഇങ്ങനെ ഓരോ ഫാമിലി ആയിട്ട് ഞങ്ങൾ മൊത്തം ഫാമിലിയൊക്കെ ആയിട്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളെടുത്ത ഫോട്ടോസൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളെല്ലാവരും പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നിട്ടില്ല. കാരണം പിറ്റേ ദിവസം എല്ലാവർക്കും വർക്കിനും സ്കൂളിലൊക്കെ പോകണമെന്നുണ്ടായതുകൊണ്ട് ഞങ്ങളെല്ലാവരും പെട്ടെന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കി. അപ്പം തന്നെ സമയം ഒരു 12 o'clock ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങളിവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ചെറിയ പ്ലാനിങ് ഉണ്ടായിരുന്നു. നമ്മൾ വയനാടിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്ന ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് അവിടെയൊക്കെ ഒന്ന് ഇറങ്ങി അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നല്ല മഴയായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെയൊക്കെ എത്തുമ്പോഴത്തേക്ക്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് നമ്മളെ വാൾനട്ട് കേക്ക്സിലേക്കാണ് കേട്ടോ. അവിടെ പോയിട്ട് ഈ ക്രീം ബണ്ണ് കഴിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി കഴിച്ചാണ്. പക്ഷെ ഞാൻ പപ്പയ്ക്കും അമ്മയ്ക്കൊക്കെ മേടിച്ച് അവരൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കണം എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി അതൊക്കെ ടേസ്റ്റ് ചെയ്തു കേട്ടോ. അവിടുന്ന് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വേറൊരു കേക്കും കൂടി ആട്ടോ, ഒരു ചോക്ലേറ്റിൻ്റെ ഒരു കപ്പ് കേക്ക് ഉണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളെ വയനാട് ചുരം ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ വയനാടിനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ചുരം ഇറങ്ങാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നല്ല മഴയുണ്ടായിരുന്നു, അതേപോലെ തന്നെ നല്ല കോടയായിരുന്നു. ഞങ്ങൾ താഴത്തൊക്കെ എത്തുമ്പോഴത്തേക്ക് നല്ല വിശപ്പായി, കാരണം ലഞ്ച് കഴിക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ വൈറ്റ് ഹൗസിലാട്ടോ ഇറങ്ങിയത്. അവിടെ നിന്ന് കുറച്ച് പേര് മീൽസൊക്കെ പറഞ്ഞു, ബാക്കിയുള്ളവർ മന്തിയാണ് പറഞ്ഞത്. എനിക്കും ശ്രീക്കും ഇത് രണ്ടും വേണ്ടാത്തതുകൊണ്ട് ഞങ്ങൾ ബിരിയാണിയാട്ടോ ഓർഡർ ചെയ്തത്. അങ്ങനെ ഭക്ഷണമൊക്കെ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് കോഴിക്കോട്ടേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. ഞങ്ങൾ ട്രിപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ. നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രിപ്പൊക്കെ. കുറേ കാലത്തിന് ശേഷം കേട്ടോ ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടി ഒരു ട്രിപ്പൊക്കെ പോകുന്നത്. ആ ട്രിപ്പ് എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വൈറ്റ് ഹൗസിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കോഴിക്കോട് എത്തുമ്പോഴത്തേക്കൊരു 4:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അബിയും കൂടി അവിടുന്ന് നേരെ അബീൻ്റെ വീട്ടിലേക്കാട്ടോ പോയത്. അങ്ങനെ ഞങ്ങളെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഞങ്ങളെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഞങ്ങളെ വീഡിയോനും ലൈക്ക് അടിക്കാനും മറക്കരുതേ.